ക്യാമറ ഇത് നമ്മൾ ഉണ്ടാക്കിയൊരു മൊബൈൽ ഹോൾഡറാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി വിജയിച്ച സാധനമാണ്. ഇപ്പോൾ ഞാനിത് കറണ്ടിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റഡീസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ മൊബൈൽ ഇങ്ങനെ വെക്കാം, 360 ഡിഗ്രി റൊട്ടേഷൻ. എൻ്റെ മെയിൻ അഡ്ജസ്റ്റ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വെക്കുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞു. പിന്നെ അത് നമ്മൾ ബാക്കിൽ കൈ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ എലിവേഷനും മാറും. അപ്പം ഇതിന് ഏതൊരു ഷേക്കും ഒരു പ്രശ്നമില്ല, അത് വീഴത്തൊന്നുമില്ല. നമുക്കത് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. പിന്നെ അടുത്തത് ഞാനൊരു ടാബ് വെച്ച് കാണിച്ചു തരാം. വലിയൊരു ടാബാണ്. ഇങ്ങനെ ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഉണ്ടോ? ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഇന്ന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു കമ്പിയും പിന്നെ ഇതുപോലത്തെ ഒരു ഇൻസുലേഷൻ ടേപ്പാണ് വേണ്ടത്. കമ്പി നമ്മൾ ഈ 2 കമ്പിയായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. അത് ഒരു പ്ലെയർ ഉപയോഗിച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ വെക്കേണ്ടത്. പ്ലെയർ ഉപയോഗിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അടുത്തൊരു പീസ് ഇതുപോലത്തൊരു പീസാണ് ഊരി കാണിച്ചു തരാം. അതുപോലെ ചെറിയ കമ്പി. ഈ കമ്പി എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മച്ചാന്മാരെ അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു കമ്പി ഇതുപോലെ ഇങ്ങനെ പ്ലെയറിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നു, മുറിച്ചെടുക്കുന്നു. അതുപോലെ അടുത്ത പീസും നമ്മൾ ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നു. നമ്മൾ ഈ കാണുന്ന പോലെ 2 പീസ് ഉണ്ടാക്കുന്നു. ഏകദേശം ഈ ഒരു ഷേപ്പിൽ ഒരു എല്ലാകൃതിയിൽ ഇവിടെ വരും. അത് മൊബൈൽ സ്ലിപ്പായി പോകൊണ്ടിരിക്കാനുള്ള പീസാണ്. അടുത്തത് ഒരു യു ആകൃതിയിൽ നമുക്കിങ്ങനെ ഒരു പീസ് മുറിച്ചെടുക്കാം. ഇത് വെച്ച് ഫ്ലെക്സിബിളായ കമ്പിയാണ്. കൽപ്പണിക്കാർ ഉപയോഗിക്കുന്ന കെട്ട് കമ്പിയാണത്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇത് അങ്ങോട്ട് ഈ കമ്പിയാണ് അമർത്തി വെക്കണം. അത് നമുക്കിങ്ങനെ അമർത്തി വെക്കാം. ഈ ഇതിൻ്റെ ഒരു ഇവിടെയായിട്ട് നമ്മൾ ഈ സൈഡിലായിട്ട് അമർത്തി വെക്കണം കമ്പി ഇതുപോലെ. അപ്പോൾ മച്ചാന്മാർ നമ്മൾ 2 സൈഡിലും ഇതുപോലെ അമർത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അമർത്തി വെക്കുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടി. ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ ആ അടുത്ത കമ്പി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് അമർത്തി വെക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരൊറ്റ നമ്മൾ ഇതുവരെ ഇങ്ങനെ അമർത്തി വെക്കുന്നു. സംഗതി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെയർ പോലെയൊക്കെ ഏകദേശം ഇരിപ്പുണ്ട്. നമുക്ക് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മൊബൈൽ. സാംസങ്ങിൻ്റെയാണ്, പഴയതാണ്. നമ്മളിവിടെ വെക്കുന്നു. സാധനം സെറ്റായിട്ടുണ്ട്, അടിപൊളിയായില്ലേ? അങ്ങനെയുണ്ട്. 360 ഡിഗ്രി നമുക്ക് തിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലൂടെ വെച്ചിട്ടുണ്ട്. ഒരു കുലുക്കമില്ല, ഒന്നുമില്ല, മര്യാദക്ക് നിൽപ്പുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഇനി ഹൈറ്റ് ഒന്ന് താത്തി നോക്കാം. ഇങ്ങനെ അമർത്തി നോക്കിയാൽ മതി. മൊബൈലിൻ്റെ ഹൈറ്റ് മാറി. ഇനി നമുക്ക് സ്ലൈഡ് ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് സ്ലൈഡായി. ഇപ്പുറത്തുള്ള സ്ലൈഡ് നോക്കാം. പിന്നെ നമുക്ക് വീഡിയോ കോളിങ്ങിന് വേണ്ടി ഇങ്ങനെ വെക്കാം. ഇതാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമുക്കിത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ അഴിച്ച് കാണിച്ചതാണ്. ഇത്രയുള്ള സംഭവം. എല്ലാവരും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.